ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി നോട്ട്ബുക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് A4 ഷീറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇത് ഹാഫായിട്ട് മടക്കി കഴിഞ്ഞിട്ട് രണ്ട് സൈഡ് ഇതുപോലെ വീണ്ടും മടക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പേപ്പർ റൊട്ടേറ്റ് ചെയ്തിട്ട് രണ്ട് രക്ഷ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തുറക്കുമ്പോഴേക്കും നമുക്കൊരു റെക്ടാങ്കുലർ ഷേപ്സ് കിട്ടും. ലാസ്റ്റ്ലി ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കണ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ പറയാൻ മറന്നുപോയി, ആ ടോപ്പ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഫോൾഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പേപ്പർ മടക്കിയ രീതിയില്ലേ, അത് നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ ഡയറക്ഷൻ കാണിച്ചു തരും എങ്ങോട്ടൊക്കെ മടക്കേണ്ടത്. അതുമല്ല, നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്യണ പോലെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ബുക്ക് കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഹാർഡ് കാർഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബുക്ക് എൻ്റെ മിഡിൽ വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളുടെ ഈ സാധനം കിട്ടുമല്ലോ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബുക്ക് ഉണ്ടാക്കാൻ പോണത്. ബുക്ക് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഇനി മടക്കുക, ജസ്റ്റ് ഷേപ്പും കൂടിയും ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റും കൂടിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാറ്റേൺ പേപ്പർ എൻ്റെ മിഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ സൈഡും ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാൻ മറക്കണ്ടല്ലോ, നമുക്ക് എന്തായാലും ഒരു നെയിമും സ്കൂളിൻ്റെയും പേര് എഴുതാനായിട്ട് സ്ഥലം വേണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഓപ്ഷണൽ പാർട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ബ്ലാക്ക് പെന്നും കൊണ്ട് ഇവിടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പറയണ്ടല്ലോ, സാധനം സെറ്റായി. ഇത്രേ ഉള്ളൂ സാധനം. ഇനി പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോ, ബിക്കോസ് ഭയങ്കര ഈസിയാണ്. അതുമല്ല സൂപ്പർ യൂസ്ഫുള്ളും കൂടിയാണ്.